യേശുവിൻ്റെ ശുശ്രൂഷാകാലത്ത് ഏറിയ പങ്കും മതപ്രമാണികളും പൗരോഹിത്യ വൃന്ദങ്ങളും സംശയദൃഷ്ടിയോടെ കർത്താവിനെ നിരീക്ഷിച്ചുകൊണ്ട് ദൂരെ മാറി നിന്നപ്പോൾ സാധാരണക്കാരായ ജനങ്ങളാണ് കർത്താവിന് ചുറ്റും തടിച്ചുകൂടിയിരുന്നത്. കർത്താവും അവരോട് അധികം ഇടപെടുന്നതിന് തയ്യാറായി. കാരണം അവർക്ക് അവകാശവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പാപികൾ, ചുങ്കക്കാർ, പലവിധ രോഗികൾ തുടങ്ങി സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അവരുടെ കൂടെ ഭക്ഷിക്കുന്നതിനും സഹകരിക്കുന്നതിനും ഒക്കെ കർത്താവ് തയ്യാറാകുന്നു. എന്നാൽ ഇത് പലപ്പോഴും പ്രമാണികൾ കർത്താവിനെ പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് അവരോട് മറുപടി പറയുന്നൊരു സന്ദർഭം ശ്രദ്ധിക്കുക. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാർ അത് കണ്ട് അവൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. യേശു അത് കേട്ടാറെ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രയും വിളിപ്പാൻ വന്നതെന്ന് പറഞ്ഞു. കർത്താവ് ഇവിടെ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. തങ്ങളുടെ പാരമ്പര്യത്തിൽ പുകഴുകയും നീതിമാന്മാരെന്ന് സ്വയം നടിക്കുകയും ചെയ്യുന്നവരെ കർത്താവ് പരിഗണിക്കുന്നില്ല. എന്നാൽ അവകാശവാദികളൊന്നുമില്ലാത്ത സ്വന്തം ശൂന്യതകളെ തിരിച്ചറിയുന്ന സാധാരണ ജനത്തോട് കർത്താവ് അനുഭാവപൂർവ്വം ഇടപെടുന്നു. എല്ലാ മനുഷ്യരും ഒരുപോലെ പാപികളാണെന്നും നീതിമാൻ ഒരുവൻ പോലും ഇല്ല എന്നും വചനം കൃത്യമായി നമ്മോട് പറയുമ്പോൾ കർത്താവ് ഇവിടെ ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം കർത്താവിനെ ഈ പരിഹസിക്കുന്നവരെല്ലാം നീതിമാന്മാരാണെന്നല്ല. അവർ സ്വയം അങ്ങനെ ചിന്തിച്ച് തൃപ്തരായിരിക്കുന്നത് കൊണ്ട് അവരെ മാനസാന്തരപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവരുടെ വിനയമില്ലാത്ത ഹൃദയത്തിൽ നിഗളം നിറഞ്ഞിരിക്കുന്നു. ഒരു കഠിന ഹൃദയത്തെ അനുതാപത്തിലേക്ക് നയിക്കുവാൻ കഴിയില്ല. സ്വയം രോഗിയാണെന്ന് തിരിച്ചറിയാത്ത ഒരു വ്യക്തി ചികിത്സ തേടാൻ തയ്യാറാകുന്നില്ല. കൃത്യമായ മതാനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് അവർ ചിന്തിക്കുന്നു. നിയമാനുസൃതം അതെല്ലാം അവർ നിർവഹിക്കുന്നുമുണ്ട്. എന്നാൽ ദൈവവചനത്തിൻ്റെ യഥാർത്ഥ അന്തസ്സത്വം മനസ്സിലാക്കി ദൈവഹിതത്തിന് അനുരൂപരാകുവാൻ അവർ തയ്യാറാകുന്നില്ല. ഒരിക്കൽ ന്യായപ്രമാണം മോശ വഴി അവർക്ക് നൽകിയ ദൈവം ഇന്ന് അവരുടെ മധ്യത്തിൽ നേരിട്ട് വന്ന് ദൈവവചനം ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ച് പ്രവർത്തിച്ച് കാണിക്കുമ്പോൾ അവരത് ഉൾക്കൊള്ളുവാൻ തയ്യാറാകാതെ കർത്താവിനെ പല വിധത്തിൽ കുറ്റം ചുമത്തുന്നു. കാലപ്പഴക്കത്താൽ സത്യപാതയിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടു പോയ അർത്ഥശൂന്യമായ പാരമ്പര്യ വിശ്വാസങ്ങളുടെ ചട്ടക്കൂടുകളിലേക്ക് ഒതുക്കുവാൻ പാകത്തിന് വചനത്തെ വിരൂപമായി വ്യാഖ്യാനിക്കുന്നു. കർത്താവ് തന്നെ നേരിട്ട് വന്ന് അവ തിരുത്തി കൊടുക്കുമ്പോൾ അത് അംഗീകരിച്ച് ഏറ്റെടുക്കുന്നതിനും അത് നേതൃത്വം തയ്യാറാകുന്നില്ല. കാരണം നിലവിലുള്ള സംവിധാനങ്ങളിൽ അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനവധിയായ സൗഭാഗ്യങ്ങൾ നഷ്ടമാകുമെന്ന് അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് അവർ കർത്താവിനെ കേൾക്കുവാനോ ഇറങ്ങി വന്ന രക്ഷകനെ അവർ സ്വീകരിക്കുവാനോ തയ്യാറായില്ല. ഇങ്ങനെ രക്ഷ അവർ തങ്ങൾക്ക് നഷ്ടമാക്കി. എന്നാൽ കർത്താവിനെ തിരിച്ചറിഞ്ഞ അനേകർ അവനെ അനുഗമിക്കുവാൻ തയ്യാറായി. പ്രിയമുള്ളവരെ, ഇന്നും അനേകർക്കും കർത്താവിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നതിനോ അംഗീകരിക്കുന്നതിനോ കഴിയുന്നില്ല. ദൈവവചനം വേണ്ട രീതിയിൽ കേൾക്കുവാൻ പലരും തയ്യാറല്ല. കാരണം അത് പലപ്പോഴും അവരുടെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്നു. അവരുടെ സ്വയം നീതിയുടെ മുഖം മൂടി പലപ്പോഴും ചീന്തപ്പെടുന്നു. അപ്പോൾ അത് മറച്ചു വയ്ക്കുവാനായി വചനം പറയുന്നവരെ പരിഹസിക്കുന്നതിനും കുറ്റം പറയുന്നതിനും അവസരങ്ങൾ അവർ കണ്ടെത്തുന്നു. മാനസാന്തരപ്പെടുവാൻ ദൈവം നൽകിയ അവസരങ്ങളെ അവരിങ്ങനെ തങ്ങൾക്ക് നഷ്ടമാക്കുന്നു. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നു, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടും വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളവീൻ. ദൈവം നമ്മോട് കൽപ്പിച്ച പ്രകാരം വചനം പറയുവാൻ മാത്രമേ നമുക്ക് കഴിയൂ. വിശ്വസിച്ച് ഏറ്റെടുത്ത് അനുസരിക്കേണ്ടത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ നമുക്ക് കർത്താവിനെ സമീപിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.